ഹായ് മക്കളെ, വെൽക്കം ടു സൈലം BSc. തിരുവനന്തപുരത്തിന്റെ എക്സാം ഒക്കെ LDC എക്സാം ഒക്കെ കഴിഞ്ഞു. ഏകദേശം എല്ലാവർക്കും കുറച്ചൊരു ഈസി ആയിരുന്നു, നല്ല എക്സാം ആയിരുന്നു ഒക്കെ ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിട്ടുള്ളത്, എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്, സൈലത്തിന്റെ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റർ ആണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിട്ടുള്ളത് ട്രിവാൻഡ്രത്ത് ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങളിലെ 10 ചോദ്യവും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും, അതായത് ഇനി വരാനിരിക്കുന്ന ജില്ലകളിൽ എക്സാം നടക്കാനുണ്ട് നിങ്ങൾക്കറിയാം, അതിനൊക്കെ പറ്റിയ അല്ലെങ്കിൽ അതിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള കണക്റ്റഡ് ഫാക്ട്സും കൂടി ഇതിനുണ്ടാകും. അപ്പൊ എല്ലാവരും ഈ ക്ലാസ് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, കുറച്ച് സ്പീഡിൽ പോകും. ഓക്കെ, അപ്പൊ ഇന്ന് നടന്ന 10 ചോദ്യം ഇംഗ്ലീഷിനെ പറ്റി പറയുകയാണെങ്കിൽ ആ 10 ചോദ്യം വളരെ ഈസി ആയിരുന്നു. നമ്മൾ തന്ന നോട്ട്സിന്റെ ഭാഗത്തു നിന്നാണ് മുഴുവൻ ചോദ്യവും വന്നിട്ടുള്ളത്. യാതൊരു പ്രോബ്ലം ഒരു ചോദ്യത്തിനും ഇല്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് പരീക്ഷാ ഹാളിൽ പേന ചലിപ്പിക്കാൻ പറ്റുമായിരുന്നു ഈ ചോദ്യങ്ങൾക്കൊക്കെ. ഒരുപാട് കുട്ടികൾ 10, 10, 9, 8, 10 ഒരുപാട് കുട്ടികൾ നേടിയിട്ടുണ്ട്. അതൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഇന്ന് ഒന്നാമത്തെ ചോദ്യം, ട്രിവാൻഡ്രത്ത് ഇന്ന് നടന്ന LDC പരീക്ഷയിലെ ഒന്നാമത്തെ ചോദ്യമായിരുന്നു ദ ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത് ദ ടൂറിസ്റ്റ് എന്നാണ് പറഞ്ഞത്. ദ ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ടോപ്പിക് കൺകോഡ് എന്നൊരു ടോപ്പിക് എന്നാണ് വന്നിട്ടുള്ളത്. എന്താണ് കൺകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൺകോഡ് പറഞ്ഞാൽ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ വെർബിനെ പിടിക്കണം, പ്ലൂരൽ സബ്ജക്റ്റ് പ്ലൂരൽ വെർബിനെ പിടിക്കണം. സിംഗുലർ സബ്ജക്ട് ടേക്സ് എ സിംഗുലർ വെർബ്, പ്ലൂരൽ സബ്ജക്ട് ടേക്സ് എ പ്ലൂരൽ വെർബ്. ഇതല്ലേ കോൺകോഡ്. അപ്പൊ നിങ്ങൾ എന്താണ് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, എലോങ് വിത്ത് കണ്ടാല് എപ്പോഴും മക്കളെ ശ്രദ്ധിക്കുക, എലോങ് വിത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത്തെ സബ്ജക്റ്റിനെ അവോയ്ഡ് ചെയ്യണം. ആദ്യത്തെ സബ്ജക്റ്റിനെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. രണ്ടാമത്തെ സബ്ജക്റ്റ് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എലോങ് വിത്ത് കൊണ്ട് 2 സബ്ജക്റ്റുകളെ ബന്ധിപ്പിച്ചാൽ ആദ്യത്തെ സബ്ജക്റ്റിനെ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ സബ്ജക്റ്റ് മൈൻഡ് ചെയ്യാൻ പാടില്ല. ഇവിടെ ആദ്യത്തെ സബ്ജക്റ്റ് പറഞ്ഞാൽ ടൂറിസ്റ്റ് ഗൈഡാണ്. ടൂറിസ്റ്റ് ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗുലർ ആണ്, നിങ്ങൾക്കറിയാം സിംഗുലർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ സിംഗുലർ വെർബാണ് വരേണ്ടത്. സിംഗുലർ വെർബ് വരുമ്പോൾ നമ്മൾ ഇതിൽ സിംഗുലർ വെർബ് നോക്കുമ്പോൾ ഹാവ്, ആറ്, ഇതൊന്നും സിംഗുലർ അല്ല, അതൊക്കെ പ്ലൂരൽ ആണ്. അങ്ങനെ നമുക്ക് ഉത്തരത്തിലെത്താം. ഓപ്ഷൻ എ ഹാസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ എ ഹാസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഹാസ് അറൈവ്ഡ് എന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് മറ്റുള്ള ജില്ലക്കാർക്ക് ഇനി ഉപയോഗപ്പെടുത്താം. ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നാൽ വളരെ ഈസിയാണ്. ഇഫ് ദ 2 സബ്ജക്ട് ഈസ് ജോയിൻഡ് ബൈ, 2 സബ്ജക്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആരുമായിട്ട്? ആസ് വെൽ ആസുമായിട്ട്, അതേപോലെ വിത്തുമായിട്ട്, അതേപോലെ എലോങ് വിത്തുമായിട്ട്, ടുഗദർ വിത്തുമായിട്ട്, ആന്റിനോട്ടുമായിട്ട്, ഇൻ അഡീഷൻ ടു, ബട്ട്, ബിസൈഡ്സ്, എക്സെപ്റ്റ്, റേദർ ദാൻ, അക്കംപനീഡ് ബൈ, ലൈക്ക്, അൺലൈക്ക്, നോ ലെസ് ദാൻ, നത്തിങ് ബട്ട്. ഈ കാണിച്ചു തന്ന ഏതെങ്കിലും ഒരു കൺജങ്ഷൻ കൊണ്ട് 2 സബ്ജക്റ്റുകളെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നോക്കേണ്ടത് വെർബ് വിൽ എഗ്രി വിത്ത് ദ ഫസ്റ്റ് സബ്ജക്റ്റ്. ആദ്യത്തെ സബ്ജക്ട് അനുസരിച്ചായിരിക്കണം വെർബ് നൽകേണ്ടത്. ആദ്യത്തെ സബ്ജക്ട് സിംഗുലർ ആയാൽ വെർബും പ്ലൂരൽ ആകണം എന്നുള്ള ഈ നിയമം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ആസ് വെൽ ആസ് ഉണ്ട്. ആസ് വെൽ ആസ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ പാരന്റ്സിനെ നോക്കരുത്, റാമിനെ നോക്കണം. റാം എത്ര ആളാ? ഒരാളാണ്. ഇന്നവരെ ലോകത്തെല്ലാം റാം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സമുദായം നൽകി വരുന്നുണ്ടെന്ന് അർത്ഥമില്ലല്ലോ, ഒരാള് വരുന്നുണ്ട് എന്നല്ല ഇതിന്റെ അർത്ഥം. അപ്പൊ റാം സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ സിംഗുലർ വെർബ് വരണം. അപ്പൊ സിംഗുലർ വെർബ് വരുമ്പോ നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. 6 വെട്ടി, 4 വെട്ടി. പിന്നെ ഈസും ഹാസും സിംഗുലർ ആണ് നമുക്കറിയാം. ഇവിടെ ING ആണ്. ING വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഹാസ് പ്ലസ് ING എന്നൊരു പ്രയോഗം തെറ്റാണ് മക്കളെ. ഹാസ് പ്ലസ് ING എന്നൊരു പ്രയോഗം ഇല്ല, അത് ഇംഗ്ലീഷിന് എതിരാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഹാസ് അല്ല, നമുക്ക് ഉറപ്പായി. അങ്ങനെ നമുക്ക് എന്തിലെത്താം? ഈസി എന്ന ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, ഒരു കണക്റ്റഡ് ഫാക്ട് ആണ്, മനസ്സിലാക്കി വെച്ചോ. ഒരു ചോദ്യം കൂടി നോക്കാം. ദ ക്യാപ്റ്റൻ അലോങ് വിത്ത് ദ സൈലേഴ്സ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സൈലേഴ്സിനെ മെയിൻ ചെയ്യാൻ പാടില്ല, എലോങ് വിത്ത് കൊണ്ടാണ് ഇത് ബന്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ക്യാപ്റ്റനെ നോക്കണം. ക്യാപ്റ്റൻ എത്ര ആളാ? ഒരേ ഒരാളാണ്. അപ്പൊ നമ്മളിവിടെ സിംഗുലർ വെർബാണ് കൊടുക്കേണ്ടത്, സിംഗുലർ വെർബ്. അപ്പൊ നമുക്ക് നോക്കാം, സിംഗുലർ വെർബ് കൊടുക്കുമ്പോ നമുക്ക് വേറിനെ വെട്ടാം, ആറിനെ വെട്ടാം, പിന്നെ നൺ ഓഫ് ദീസ് വെട്ടാം. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഹാസ് ആണ്. കാരണം ഇവിടെ ഹാസ് പറ്റും, കാരണം അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ 3ാമത്തെ രൂപമാണ്. അപ്പോൾ വളരെ കുട്ടികളെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഇനിയുള്ള പരീക്ഷകളൊക്കെ, ഇനിയുള്ള ജില്ലകളിൽ എക്സാം എഴുതുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്താൽ. ഇനി അടുത്ത നോക്ക്, ഒരു കണക്റ്റഡ് ഫാക്ട്സും കൂടി വേണമെങ്കിൽ തരാം. ഇഫ് 2 സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ, if 2 subjects are joined by, 2 സബ്ജക്ട് ജോയിൻ ചെയ്താൽ ആരുമായിട്ട്? നെയ്തർ നോർ, എയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നോർ അല്ലെങ്കിൽ ഓർ. എയ്തർ ഓർ,
നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, എയ്തർ അല്ലെങ്കിൽ ഓർ എന്നിവയിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ ബന്ധിപ്പിച്ചാൽ ദ വെർബ് വിൽ എഗ്രി വിത്ത് ദ സെക്കൻഡ് സബ്ജക്ട്. വെർബ് സെക്കൻഡ് സബ്ജക്റ്റുമായിട്ടാണ് എഗ്രി ചെയ്യുക. അപ്പൊ ആദ്യത്തെ ആളെ മൈൻഡ് ചെയ്യരുത്, രണ്ടാമത്തെ സബ്ജക്ട് നോക്കണം. രണ്ടാമത്തെ സബ്ജക്ട് സിംഗുലർ ആയാൽ വെർബും സിംഗുലർ, രണ്ടാമത്തെ സബ്ജക്ട് പ്ലൂരൽ ആയാൽ വെർബും പ്ലൂരൽ. നേരത്തെ പറഞ്ഞ ആ നിയമത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കാം. നെയ്തർ റാം, റാമിനെ മൈൻഡ് ചെയ്യരുത്. നോർ ഷ്യാം, ഷ്യാമിനെ മൈൻഡ് ചെയ്യണം. അപ്പൊ ഷ്യാം എത്ര ആളാ? ഒരാള്. അപ്പൊ ഇവിടെ ആര് വരണം? സിംഗുലർ വെർബ് വരണം എന്ന് ഉറപ്പായി. അപ്പൊ നോക്കൂ, നമുക്ക് ഹാവിനെ വെട്ടാം, ആറിനെ വെട്ടാം. ഇവിടെ വന്നത് കം ആണ്. കം എന്നുള്ളത് വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ്. ഈസ് വരണമെങ്കിൽ കമ്മിങ് എന്നാകണം. ഇവിടെ കമ്മിങ് എന്നല്ല. അപ്പൊ നമുക്ക് ഈസിനെ നമുക്ക് ഒഴിവാക്കാം, ഈസിനെ നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് ആൻസർ ആയിട്ട് ഹാസ് വെക്കാം. അതാ നെയ്തർ റാം നോർ ഷ്യാം ഹാസ് കം എന്നുള്ള ഉത്തരത്തിലോട്ട് നമുക്ക് എത്തേണ്ടി വരും. ഇനി നോക്കൂ, രണ്ടാമത്തെ ചോദ്യം. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന രണ്ടാമത്തെ ചോദ്യം, ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ ലെറ്റ് us go for a walk. ഇന്നലത്തെ മാരത്തോണിൽ, അതായത് തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷയുടെ തലേ ദിവസം ഞാൻ നടത്തിയ മാരത്തോണിൽ വളരെ വിശദമായി ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരുന്നുണ്ട്. ഞാൻ അന്ന് നിങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നു, കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ, വിശിഷ്യ തിരുവനന്തപുരത്തിലെ കുട്ടികളെ, ലെറ്റസ് വന്നാലും അതേപോലെ തന്നെ ലെറ്റ്സ് വന്നാലും നിങ്ങളുടെ ഉത്തരം ഷാൾവി ആയിരിക്കും, ഷാൾവി ആയിരിക്കും. ഒരുപാട് തവണ അന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പരീക്ഷയുടെ തലേന്ന് പറഞ്ഞിരുന്നു. നോക്കൂ നിങ്ങൾ, ഇവിടെ ലെറ്റസ് അല്ലേ വന്നത്? ലെറ്റസ് അപ്പോസ്ട്രോഫി എസ് എന്ന് പറഞ്ഞാൽ ലെറ്റസ് അല്ലേ? അപ്പോസ്ട്രോഫി എസ് എന്നാൽ ലെറ്റസ് അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഷാൾവി അല്ലേ? അല്ലേ? അത് ഞാൻ തലേന്ന് വരെ പറഞ്ഞെന്നാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരാൻ ചാൻസ്. ആകെ ടാഗില് 2 ഭാഗം ഞാൻ എടുത്തത്. അതിന് ചോദ്യം വരാൻ ചാൻസ് എന്താണ്? അതന്നെ അതേപടി പരീക്ഷയ്ക്ക് വന്നു. ഓക്കെ, ഇനി 83ാമത്തെ ചോദ്യം. ഇത് പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചോദ്യം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതായത് ഒരു ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് മാറ്റാനാണ് നിങ്ങളോട് ഇവിടെ പറയുന്നത്. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താ? ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ് എന്നാണ്. ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് എന്നുള്ളത് സെയ്സ് ആണ്. സെയ്സ് എന്നുള്ളത് പ്രസന്റ് ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ വിശദമായി പറഞ്ഞു തന്നിരുന്നു. റിപ്പോർട്ടിംഗ് വെർബ് എന്തോ മക്കളെ? റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ്. റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് പറഞ്ഞാൽ സേ അല്ലെങ്കിൽ സെയ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇതിൽ ഏതെങ്കിലും വന്നാൽ സ്പീച്ച് പാർട്ട്, ഇൻവേർട്ടർ കോമന്റെ ഉള്ളിലുള്ള ഭാഗമാണ് സ്പീച്ച് പാർട്ട്. സ്പീച്ച് പാർട്ടിലെ വെർബിൽ യാതൊരു മാറ്റവും പാടില്ല. ഒന്നുകൂടെ പറയാം, തന്ന ചോദ്യത്തിന്റെ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ ഡബിൾ ഇൻവേർട്ടർ കോമന്റെ ഉള്ളിലുള്ള ഭാഗമാണ് സ്പീച്ച് പാർട്ട്. ആ സ്പീച്ച് പാർട്ടിലെ വെർബിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് ക്ലാസ്സിൽ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ അതേപടി വന്നു. ഇവിടെ സെയ്സ് എന്നുള്ളത് ഒരു എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ആണ്. അങ്ങനെ ആകുമ്പോൾ സ്പീച്ച് പാർട്ടിലെ വെർബിൽ മാറ്റം വരുത്താൻ പാടില്ല. അപ്പൊ ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ് ഒരിക്കലും ഓപ്ഷൻ എ അല്ല. ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ ഓപ്ഷൻ എ എഴുതി വന്നിട്ടുണ്ടാവും. കാരണം ആ കുട്ടികൾ സെയ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനിയുള്ള ജില്ലക്കാരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേ. പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആയാൽ വിൽ ഓർ ഷാൾ പ്ലസ് V1 ആണ് ഫ്യൂച്ചർ ആയാൽ സ്പീച്ച് പാർട്ടിലെ വെർബിൽ യാതൊരു മാറ്റം വരുത്താൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരും ഓപ്ഷൻ ഡി ആണ്. ഹി സേസ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ് എന്നുള്ള ഉത്തരത്തിലേക്ക് വരേണ്ടി വരും. ഇവിടെ ഹി ആയി. ഹി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനല്ലേ? അപ്പൊ അയ്യിനെ നമ്മൾ എന്താക്കി? അയ്യിനെ നമ്മൾ ഹി ആക്കി. ആമിനെ നമ്മൾ ഈസ് ആക്കി. ഹിയാമ് എന്ന് പറയില്ല. ഹിയാമ് എന്ന് ആരെങ്കിലും പറയോ? ഹിയാം അങ്ങനെ പറയലുണ്ടോ? അപ്പൊ ആമ് യഥാർത്ഥത്തിൽ വാസാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ വാസ് വരാൻ പാടില്ല. കാരണം സെയ്സ് ആണ്. സെട്ടിനാണെങ്കിൽ വാസ് വരും. ഇവിടെ സെയ്സ് ആയതുകൊണ്ട് ഹി ഈസ് ആക്കി. എന്നിട്ട് അതേപോലെ എഴുതി അറ്റൻഡിങ് എ ട്രെയിനിങ് എന്നാണ് എഴുതി. ഇത്രേ ഉള്ളൂ. അപ്പോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ 83ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ അതിനെ ഞാനൊന്ന് മാറ്റാം. അതിന്റെ കണക്റ്റഡ് ഫാക്ട് ഇങ്ങനെയാണ് വന്നിരുന്നെങ്കിൽ ഈ ഉത്തരമായിരുന്നു. എങ്ങനെ? ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ്. എന്താണ് ഇവിടെ ചോദ്യം? ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ് എന്നാണ്. ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. പക്ഷേ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് എന്നുള്ളത് സെഡ് ആണ്. സെഡ് എന്ന് പറഞ്ഞാൽ V2 ആണ്. സെഡ് എന്ന് പറഞ്ഞാൽ സേ എന്ന V1ന്റെ V2 ആണ് സെഡ്. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റിലാണ്. അപ്പൊ ഡബിൾ ഇൻവേർട്ടർ കോമന്റെ ഉള്ളിലുള്ള ഭാഗമാണ് സ്പീച്ച് പാർട്ട്. ആ സ്പീച്ച് പാർട്ടിലെ വെർബിൽ മാറ്റം വരണം. അങ്ങനെ വരുമ്പോ ബഹുമാനമുള്ള കുട്ടികളെ നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ്. ഹി സെഡ് ദാറ്റ് ഹി വാസ് അറ്റൻഡിങ് എ ട്രെയിനിങ്.
ഐ ഹി ആകും, ആം എന്താകും, ആം വാസാകും, എന്നിട്ട് അറ്റൻഡിങ് എ ട്രെയിനിങ് എന്നാവും. ഇങ്ങനെ ആയിരിക്കണം. ഈ ഉത്തരത്തിലേക്ക് വരണമെങ്കിൽ സൈസ് മാറിയിട്ട് സെഡ് ആകണം. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ പരീക്ഷയ്ക്ക് വന്നത് സൈസ് ആണ്. ക്ലാസ്സിൽ വളരെ വിശദമായി ഞാൻ പഠിപ്പിച്ചിരുന്നു. ഓർമ്മ ഉള്ളവരൊക്കെ ആ ഒരു ഓപ്ഷൻ ഡി എന്ന ഓപ്ഷനിലേക്ക് നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി 84ാമത്തെ ചോദ്യം, ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ എന്നാണ് പറഞ്ഞത്. ഇവിടെ പല ആൾക്കാരെ ഹാഡ് കണ്ട് കാണുമ്പോഴത്തിനും വുഡ് ഹാവ് ഹെൽപ്ഡിലോട്ട് പോയിട്ടുണ്ടാവും. പൊന്നു കുട്ടികളെ, ഇനിയുള്ള ജില്ലക്കാരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേ. ഇവിടെ ഹാഡ് ഒറ്റയ്ക്കേ ഉള്ളൂ. ഹാഡ് കഴിഞ്ഞിട്ട് മണിയാണ്. മണി ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ ഇവിടെ ഹാഡ് ആണ് മെയിൻ വെർബിന്റെ പണി ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ ഹാഡ് മെയിൻ വെർബിന്റെ പണി ഏറ്റെടുത്താൽ ഹാഡിനെ നമുക്ക് V2 ആയിട്ട് കണക്കാക്കാം. അപ്പൊ ഇവിടെ ഈഫ് ക്ലോസിൽ 3 നിയമമാണ് പറഞ്ഞിരുന്നത്. ഈഫ് ക്ലോസിൽ V1 വന്നാൽ വിൽ പ്ലസ് V1, ഈഫ് ക്ലോസിൽ V2 വന്നാൽ വുഡ് പ്ലസ് V1. ഇങ്ങനെയല്ലേ പറഞ്ഞില്ലേ? ഈഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ വുഡ് ഹാവ് പ്ലസ് V3. ഇങ്ങനെയായിരുന്നു അതിന്റെ നിയമം. പ്രോബബിൾ കണ്ടീഷൻ, ഇംപ്രോബബിൾ കണ്ടീഷൻ, ഇംപോസിബിൾ കണ്ടീഷൻ. ഇവിടെ ഹാഡിനെ നമുക്ക് V2 ആയിട്ട് കണക്കാക്കാം. ആ ഹാഡ് എന്നുള്ളത് പാസ്റ്റ് ആണ്, ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമുള്ള പാസ്റ്റ് ആണ്. അങ്ങനെ വരുമ്പോ നമ്മുടെ ആൻസർ ആയിട്ട് പരിഗണിക്കേണ്ടത് ഓപ്ഷൻ സി ആണ്, വുഡ് ഹെൽപ്പിനെയാണ്. ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ഹെൽപ് ദ പുവർ എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്ക്. ഈ ചോദ്യം നോക്ക്, ഇഫ് ഐ ഹാഡ് മണി. കണ്ടോ, രണ്ട് ഹാഡ് അന്ന് പറഞ്ഞാൽ ഹാഡ് സ്ക്വയർ ഇവിടെ വന്നു. ഹാഡ് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അത് ഹാഡ് പ്ലസ് V3 സമമാണ് മക്കളെ. ഹാഡ് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അത് ഹാഡ് പ്ലസ് V3 സമമാണ്. അങ്ങനെ വരുമ്പോ വുഡ് ഹാവ് പ്ലസ് V3 ആണ് വരേണ്ടത്. ഈ ചോദ്യം ചോദിച്ചിട്ടില്ല, തൊട്ട് മുൻപിലുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഈ ചോദ്യം ഞാൻ മേക്ക് ചെയ്തതാണ്. ഇതേ ഓപ്ഷൻ ഇട്ടിട്ട് ഞാൻ മേക്ക് ചെയ്ത ചോദ്യമാണ്. അപ്പൊ ഇവിടെ 2 ഹാഡ് വന്നു. മറ്റേ ചോദ്യം നമ്മുടെ എക്സാമിന് ചോദിച്ചത് ഹാഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് കണക്കാക്കിയിട്ട് വുഡ് പ്ലസ് V1 എടുത്തു. ഇവിടെ 2 ഹാഡ് അഥവാ ഹാഡ് സ്ക്വയർ വന്നു. ഹാഡ് സ്ക്വയർ വന്നാൽ വുഡ് ഹാവ് പ്ലസ് V3 എത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് പരിഗണിക്കേണ്ടത് ഓപ്ഷൻ എ ആണ്, വുഡ് ഹാവ് ഹെൽപ്ഡ്. അപ്പൊ ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ദ പുവർ എന്നുള്ള ഓപ്ഷനിലേക്ക് വരേണ്ടി വരും. ഇനി അടുത്ത നോക്ക്, അടുത്ത പ്രിപ്പോസിഷൻ എന്നുള്ള ഭാഗത്തിനാണ് ചോദ്യം. എല്ലാവരും പറയാണ് ബിലോങ്സ് ടു, ഷീ ബിലോങ്സ് ടു, അല്ലെങ്കിൽ ഹി ബിലോങ്സ് ടു, ദേ ബിലോങ് ടു, അങ്ങനെ തന്നെയല്ല പറയാ. അപ്പൊ ഇവിടെ നോക്ക്, ദ ഡോൾ കളിപ്പാട്ടം അല്ലേ. ബിലോങ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, നമ്മുടെ ഉത്തരം ടു. അത് എല്ലാവരും പറച്ചില് പറയാറുണ്ട്. എല്ലാവരും പറയുന്ന രീതിയിൽ ബിലോങ്സ് ടു തന്നെയാണ് പറയാറ്, വേറെ ഒന്നും പറയാറില്ല. ബിലോങ്സ് മാരി ചെയ്ത പ്രിപ്പോസിഷൻ ആണ് ബിലോങ്സ് ടു എന്നുള്ളത്. ഓക്കെ, അപ്പോ ദ ഡോൾ ബിലോങ്സ് ടു ദ ചൈൽഡ് എന്നുള്ള ഉത്തരത്തിലോട്ടാണ് നമ്മൾ എത്തേണ്ടത്. ഇനി പ്രിപ്പോസിഷന്റെ കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നല്ലോണം മനസ്സിലാക്കി വെച്ചോ. കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അച്ചിന്റെ ഉപയോഗം ഇനി നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഉള്ള കുട്ടികളെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെച്ച് ഇതെങ്കിലും ഒന്ന് അറ്റ്ലീസ്റ്റ് പഠിക്കണേ. അച്ചിന്റെ ഉപയോഗം ചെറിയ പ്ലേസിന്റെ കൂടെ നമുക്ക് അറ്റ് ഉപയോഗിക്കാം. with the name of small places, I was born at Kolappuram in Malappuram. കണ്ട, മലപ്പുറം ജില്ലയിലെ കുളപ്പുറം എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അപ്പൊ ഇവിടെ നോക്ക്, കുളപ്പുറം എന്നുള്ളത് സ്മാൾ പ്ലേസ് ആണ്, അതുകൊണ്ടാണ് അറ്റ്. മലപ്പുറം എന്നുള്ളത് ഡിസ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇന്ന്. മനസ്സിലായോ? ഇനി അടുത്ത നോക്ക്, രണ്ടാമത്തെ നോക്ക്, when talking about a particular place or building, ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന ബിൽഡിങ്ങിലുണ്ട്, ഒരു നിശ്ചിത ബിൽഡിങ്ങിൽ, ഒരു ഇന്ന ബിൽഡിങ്ങിലുണ്ട്, ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയാനും നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. അതിന് എക്സാമ്പിൾ നോക്ക്, I shall wait for you at the railway station. I shall wait for you at the railway station. ഞാൻ റെയിൽവേ സ്റ്റേഷനിലുണ്ട്, ഇന്ന ഒരു നിശ്ചിത സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ നോക്ക്, ടു ഡിനോട്ട് ആൻ എക്സാക്ട് പോയിന്റ് ഓഫ് ടൈം. ഒരു എക്സാക്ട് പോയിന്റ് ഓഫ് ടൈം പറയാൻ അറ്റ് ഉപയോഗിക്കും. അബു അറൈവ്ഡ് at 7 o'clock. അടുത്തത് നാലാമത്തെ നോക്ക് നിങ്ങൾ. നാലാമത്തത് ടു ഡിനോട്ട് എ സ്മാൾ പാർട്സ് ഓഫ് ദ ഡേ. ഒരു ദിവസത്തിന്റെ പാർട്സുകൾ പറയുമ്പോൾ നമുക്ക് അറ്റ് ഉപയോഗിക്കാം. ഏതുപോലെ? അറ്റ് നൈറ്റ്, അറ്റ് മിഡ് നൈറ്റ്, അറ്റ് ഡോൺ, അറ്റ് നൂൺ,
അറ്റ് ഡെസ്ക്. ഇത്രയും കാര്യങ്ങൾ അറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ചെറിയ പ്ലേസസ് പറയാന്, അതേപോലെ ഇന്ന സ്ഥലത്ത് ഇന്ന ബിൽഡിങ്ങിൽ ഉണ്ട് എന്ന് പറയാന്, അതേപോലെ ഒരു പോയിന്റ് ഓഫ് ടൈമിനെ ഡിനോട്ട് ചെയ്യാന്, അതേപോലെ തന്നെ ഒരു ദിവസത്തിന്റെ പാർട്സുകൾ പറയാനും നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ മുൻപിൽ ദാ വന്നു കഴിഞ്ഞാൽ, പാർട്സ് ഓഫ് ദ ഡേന്റെ മുൻപിൽ ദാ വന്നു കഴിഞ്ഞാൽ ഇന്ന് വരണം. ഏതുപോലെ ഇൻ ദ ആഫ്റ്റർനൂൺ ഇവിടെ ദാ വന്നു, ഇൻ ദ മോർണിംഗ് ഇവിടെ ദാ വന്നു, ഇൻ ദ ഈവനിങ് ഇവിടെ ദാ വന്നു. ദാ വന്നു കഴിഞ്ഞാൽ ഇന്നും, ദാ വന്നിട്ടില്ലെങ്കിൽ അറ്റുമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നോക്കി, ഹി റീച്ച്ഡ് അറ്റ് നൈറ്റ്, ഹി ഫോണ്ട് മീ അറ്റ് നൂൺ. ഇനി അഞ്ചാമത്തെ ഒരു മോഡൽ അറ്റിന്റെ, ടു ഡിനോട്ട് ദ ഫെസ്റ്റിവൽ വിച്ച് മാർക്ക് എ പോയിന്റ് ഇൻ ദ ഇയർ. ഒരു ഫെസ്റ്റിവലിനെ, ഒരു വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഫെസ്റ്റിവൽസിന്റെ മുൻപിലൊക്കെ നമുക്ക് അറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഏതുപോലെ വി വിൽ മീറ്റ് അഗൈൻ അറ്റ് ഓണം, അറ്റ് ക്രിസ്മസ്, അറ്റ് ദീപാവലി. ഒരു വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ട്. നമ്മുടെ പെരുന്നാള്, ഓണം, വിഷു, ഇങ്ങനെയൊക്കെ ഒരു വർഷത്തിൽ ഒരിക്കലേ വരിക. അവിടെ നമ്മൾ അറ്റാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള വസ്തുതകൾ മനസ്സിലാക്കണം. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവയോട് കൂടെ ഡേ വന്നു കഴിഞ്ഞാൽ ഓണാണ് വെക്കേണ്ടത്. ഓണ് എപ്പോഴും ശ്രദ്ധിക്കുക. ഇവയോട് കൂടെ ഡേ വന്നു കഴിഞ്ഞാൽ ഓണ് എന്ന് പറഞ്ഞാൽ ഓണം ഒരു വർഷത്തിൽ വരുന്ന ഒരു ഫെസ്റ്റിവലാണ് ഓണം. ഓണം ഒറ്റക്കാണെങ്കിൽ അറ്റ് ഓണം. എന്നാൽ ഓണത്തിന്റെ കൂടെ ഡേ വന്നാൽ ഓൺ ഓണം ഡേ എന്നാണ് പറയാ. ഓൺ ഓണം ഡേ എന്നാണ് പറയുക എന്ന് മനസ്സിലാക്കുക. ഓൺ ഓണം ഡേ. കാരണം ഇവിടെ ഡേ വന്നാൽ ഓണാണ് വരിക. മനസ്സിലായല്ലോ. ഇനിയും അറ്റിന്റെ ഉപയോഗം ഉണ്ട്. നോക്കൂ, ഇനിയും അറ്റിന്റെ ഉപയോഗം എന്താണ്? ടു ടോക്ക് അബൌട്ട് ഏജ്. ഏജ് പറയുമ്പോൾ, വയസ്സ് പറയുമ്പോൾ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. ഷീ ഗോട്ട് മാരീഡ് അറ്റ് 18. ഇനി അടുത്തത് ഇനിയും അറ്റിന്റെ ഉപയോഗമുണ്ട്. റേറ്റ് പറയുമ്പോഴും, എമൗണ്ട് പറയുമ്പോഴും, സ്പീഡ് പറയുമ്പോഴൊക്കെ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. ഒരു സംഗതിയുടെ വില പറയുമ്പോ, എമൗണ്ട് പറയുമ്പോ, സ്പീഡ് പറയുമ്പോൾ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ പ്രൈസസ് സ്റ്റാർട്ട് അറ്റ് 100. മനസ്സിലായ? ഇനിയും അറ്റിന്റെ ഉപയോഗമുണ്ട്. ഡയറക്ഷൻ പറയുമ്പോൾ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. ഏതുപോലെ? പോയിന്റഡ് അറ്റ്, ലുക്ക് അറ്റ്, ത്രോ അറ്റ്, എയിം അറ്റ്, ഗെയ്സ് അറ്റ്. എപ്പോഴും മനസ്സിലാക്കുക. പോയിന്റഡ് അറ്റ്, ലുക്ക് അറ്റ്, ത്രോ അറ്റ്, എയിം അറ്റ്, ഗെയ്സ് അറ്റ്. ഇതിനൊക്കെ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. അടുത്തത് നോക്കൂ നിങ്ങൾ, ടു ഷോ ദ ടാലന്റ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ടാലന്റ് പറയാനും നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. വനജ ഈസ് ഗുഡ് അറ്റ് ഹെർ വർക്ക്. കണ്ട, ഗുഡ് അറ്റ് ഹെർ വർക്ക്. വനജ തന്റെ വർക്കിൽ ഗുഡാണ്. അപ്പോ ടു ഷോ ദ ടാലന്റ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ടാലന്റ് പറയാൻ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. ഗുഡ് അറ്റ്, സ്മാർട്ട് അറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഷീ ഈസ് എക്സലന്റ് അറ്റ് ഹെർ വർക്ക്. അവളുടെ വർക്കിൽ എക്സലന്റ് ആണ്. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ടാലന്റ് പറയാനും നമ്മൾ എന്താണ്? അറ്റാണ് ഉപയോഗിക്കുക. 10ാമത്തെ അറ്റിന്റെ പോയിന്റ്, ടു ഡിനോട്ട് സർപ്രൈസ് ഓർ റിയാക്ഷൻ. ഒരു സർപ്രൈസോ റിയാക്ഷനോ സൂചിപ്പിക്കാനും നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. നോക്കൂ നിങ്ങൾ, വണ്ടേർഡ് അറ്റ് ദ സീൻ, ഹോറിഫൈഡ് അറ്റ് ദ സീൻ. അങ്ങനെ ഒരു സർപ്രൈസ്ഡോ അതേപോലെ തന്നെ റിയാക്ഷനോ പറയുമ്പോൾ ഒക്കെ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ 11ാമത്തെ പോയിന്റ്, മീൽ ടൈം പറയുമ്പോൾ നമുക്ക് അറ്റാണ് ഉപയോഗിക്കേണ്ടത്. അറ്റ് ബ്രേക്ക്, അറ്റ് ലഞ്ച്, അറ്റ് ഡിന്നർ. മറന്നു പോകരുത്. മീൽ ടൈം പറയുമ്പോൾ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. അടുത്തത്, വാട്ട് were we talking about at dinner. കണ്ട, വിത്ത് സ്കൂൾസ് ആൻഡ് 12ാമത്തെ സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റി. സ്കൂൾ കാലഘട്ടങ്ങൾ, യൂണിവേഴ്സിറ്റി കാലഘട്ടങ്ങൾ, പഠിക്കുന്ന കാലഘട്ടം പറയുമ്പോൾ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. ദേ ആർ അറ്റ് ദ കേംബ്രിഡ്ജ് എന്നാണ് പറയാ. 13ാമത്തെ പോയിന്റ്, ടു ടോക്ക് അബൌട്ട് ഈവന്റ്സ് ഓർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പറയുമ്പോ, ഈവന്റ്സ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോ നമുക്ക് അറ്റ് ഉപയോഗിക്കാം. ഏതുപോലെ? വി വിൽ മീറ്റ് അറ്റ് സെമിനാർ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ. പിന്നെ ഇതിലെ സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോണ്ട്, ആംഗ്രി അറ്റ്, ലോഫ് അറ്റ് വൺസ്, അറ്റ് ലീസ്റ്റ്. ഇവിടൊക്കെ അറ്റാണ്, ഒരു സ്പെഷ്യൽ കേസാണ്. ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ ഉണ്ടായാൽ വളരെ നന്നാവും. ഇനി നമ്മൾ ഇന്നിന്റെ ഉപയോഗമാണ് പറയുന്നത്. ഇന്ന് എപ്പോഴാണ് ഉപയോഗിക്കുക? ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇൻസൈഡ്. എന്തിനെങ്കിലും ഉള്ളിലുള്ള അവസ്ഥക്ക് നമ്മൾ ഇന്ന് പറയും. ദ കാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. 2ാമത്തെ പോയിന്റ് നോക്ക്, വിത്ത് ദ നെയിം ഓഫ് ലാർജ് ടൗൺസ്,
സിറ്റീസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്സ് ആൻഡ് കൺട്രീസ്. ലാർജ് ടൗണ്, സിറ്റീസ്, ഡിസ്ട്രിക്ട്സ്, സ്റ്റേറ്റ്സ്, കൺട്രീസ്. ഇതിന് മുൻപിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇന്ന് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഹൗസ്, റെസിഡൻസ്, ഇവിടൊക്കെ ഇന്ന് ഉപയോഗിക്കാം. ഇവിടെ നോക്കൂ, ഐ ലിവ് ഇൻ എ ഫ്ലാറ്റ്, വി സ്റ്റേഡ് ഇൻ ഹോട്ടൽ എന്നാണ് പറയാം. ഇവിടൊക്കെ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത പോയിന്റ് നോക്കൂ, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് മന്ത് ആൻഡ് ഇയർ. മന്തിന്റെ മുൻപിലും വർഷത്തിന്റെ മുൻപിലും നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. അടുത്ത അഞ്ചാമത്തെ പോയിന്റ് നോക്കൂ, ടു ടോക്ക് അബൌട്ട് ഇൻസൈഡ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലുണ്ട് എന്ന് പറയാൻ, ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ, ഒരു വീടിന്റെ ഉള്ളിൽ, ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയാനും നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. നോക്കൂ, ഐ വാസ് ഇൻ ദ ബാങ്ക് വെൻ യു ഫോൺഡ്. നീ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ബാങ്കിലായിരുന്നു. ഐ വാസ് ഇൻ ദ ബാങ്ക്. ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് ബാങ്ക് എന്നുള്ളത്. അവിടെ നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. ആറാമത്തെ മോഡൽ നോക്കൂ നിങ്ങൾ, ബിഫോർ എ പ്ലേസ് ഓഫ് വർക്ക് ഇഫ് ഇറ്റ് ഈസ് എ ബിൽഡിംഗ്. ഒരാള് ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, ഒരു വ്യക്തി ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഇന്നാണ് ഉപയോഗിക്കുക. മൈ ബ്രദർ വർക്ക്സ് ഇൻ എ ബാങ്ക്, വനജ വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഒരാൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. ഇനി ഇവിടെ നോക്കുക, ശ്രദ്ധിക്കണേ, ഇവിടെ നോക്കൂ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ബിൽഡിംഗ്. എന്ന ബിൽഡിംഗ് അല്ലെങ്കിൽ നിങ്ങൾ ഓൺ ഉപയോഗിച്ചോളണം. ഓൺ ദ റെയിൽവേ, ഓൺ ആൻ എസ്റ്റേറ്റ്, ഓൺ എ പ്ലാന്റേഷൻ, ഓൺ എ ഫാം. ബിൽഡിംഗ് അല്ല, ഒരാളുടെ ജോലി ബിൽഡിങ്ങിന്റെ പുറത്താണ്, ഒരാളുടെ ജോബ് ബിൽഡിങ്ങിന്റെ പുറത്ത്. അപ്പൊ നിങ്ങൾ ഓൺ ആണ് ഉപയോഗിക്കുക. അടുത്തത് ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓർ ഡിപ്പാർട്ട്മെന്റ്സ്. ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഡിപ്പാർട്ട്മെന്റ്സ് പറയുമ്പോഴൊക്കെ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. നോക്കൂ, ഷീ വർക്ക്സ് ഇൻ ദ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഡിപ്പാർട്ട്മെന്റും ഒക്കെ നമ്മൾ ഇന്നിലാണ് പറയുക എന്നുള്ളത് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം. എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ടു ഡിനോട്ട് ദ ടൈം ഓഫ് കംപ്ലീഷൻ. ഒരു കാര്യം തീർക്കും എന്ന് പറയാൻ നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. ഐ വിൽ ഫിനിഷ് ദ വർക്ക് ഇൻ എ ഡേ. ഇന്ന് ഞാൻ ഈ വർക്ക് തീർക്കും. അതാണ് ടു ഡിനോട്ട് ദ ടൈം ഓഫ് കംപ്ലീഷൻ. ടൈം ഓഫ് കംപ്ലീഷൻ പറയാൻ നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. അതേപോലെ തന്നെ പാർട്സ് ഓഫ് ദ ഡേ, ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്. ഇത് ഞാൻ പറഞ്ഞിരുന്നു. ദാ വന്നാൽ ഇന്നും, ദാ ഇല്ലെങ്കിൽ അറ്റുമാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, വെഹിക്കിൾസിന്റെ കൂടെ പൊസസീവ് അഡ്ജക്റ്റീവ് ആർട്ടിക്കിൾ വന്നാൽ എന്ന് പറഞ്ഞാൽ കാറ്, മൈ കാർ ആയാൽ, ഹിസ് കാർ ആയാൽ, അല്ലെങ്കിൽ എ കാർ ആയാൽ, അല്ലെങ്കിൽ എ ബസ് ആയാൽ, ഒരു വെഹിക്കിൾ ഏത് വാഹനം ആകട്ടെ, ആ വാഹനത്തിന് മുൻപിൽ പൊസസീവ് അഡ്ജക്റ്റീവ് മൈ, ഹിസ്, ഹെർ, യുവർ, ദയർ, ഇങ്ങനത്താണ് പൊസസീവ് അഡ്ജക്റ്റീവ്. ആർട്ടിക്കിൾ എ ആൻഡ് ദ, ഇതിൽ ഏത് വന്നാലും നമുക്ക് ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇന്ന് ആ വാഹനം നടക്കാൻ പറ്റാത്ത വാഹനമാകണം. സാധാരണ ഒരു വാഹനത്തിന്റെ ഉള്ളിൽ നടക്കാൻ പറ്റും, ബസ്സിൽ നടക്കാം, ട്രെയിനിൽ നടക്കാം, ഷിപ്പിൽ നടക്കാം. ഇങ്ങനെ നടക്കാൻ പറ്റുന്ന സാധാരണ ചെയ്യുന്നതായിരിക്കണം. ഒരാൾ ഓട്ടോറിക്ഷ എടുത്ത് കണ്ട് ഓട്ടോറിക്ഷയിലാണ് നടന്നു, ഓൺക്കാണ് നടക്കുക. അല്ലാതെ ഒന്നും ഇന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഓണ് കൊടുക്കാൻ പറ്റും, എന്ത് പറ്റൂല? ഓണ് കൊടുക്കാൻ പറ്റില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. നടക്കാൻ പറ്റാത്ത വാഹനമാണെങ്കിലാണ് ഇന്ന്. ദേ റീച്ച്ഡ് ഇൻ മൈ കാർ. ഇവിടെ കാറിൽ നടക്കാൻ പറ്റൂല, കാറിൽ സാധാരണ നടക്കാൻ പറ്റൂല. അപ്പൊ ഇൻ മൈ കാറാണ്. ഇനി ഒരാൾ വാശിക്ക് കാറിലാണ് നടന്നു, എന്നാലും ഓണ് കൊടുക്കാൻ പറ്റൂല, കാരണം കാറിൽ സാധാരണ നടക്കാൻ പറ്റൂല. എന്നാൽ നടക്കാൻ പറ്റുന്ന വാഹനമാണെങ്കിൽ ഓർത്ത് വെച്ചോളണേ, ഓണ്. അപ്പൊ ഓണേ ബസ്, അതേപോലെ തന്നെ ഓണേ ഷിപ്പ്, ഓൺ എ ഷിപ്പ്, ഇങ്ങനെയൊക്കെയാണ് പറയാം. ഓണേ ബസ്, ഓണേ ഷിപ്പ്. കാരണം ബസ്സിലും ഷിപ്പിലും നടക്കാം. ഇനി ഒരാൾ ബസ്സിലും ഷിപ്പിലും നടന്നില്ല, അത് ഇരുന്നു സീറ്റ് ഇട്ടിപ്പോ, എന്നാലും ഓൺ തന്നെയാണ്. ഞാൻ നടന്നില്ലല്ലോ എന്ന് പറഞ്ഞാണ്ട് ഇന്ന് വെക്കാൻ നിൽക്കണ്ട. മൂവിംഗ് ഉള്ള ഒരു വാഹനം നടക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ മുൻപിൽ പൊസസീവ് അഡ്ജക്റ്റീവോ അതേപോലെ ആർട്ടിക്കിളോ ഉണ്ടെങ്കിൽ ഇന്ന്. മൂവിംഗ് ഉള്ള ഒരു വാഹനം, അതിന്റെ ഉള്ളിൽ നടക്കാൻ പറ്റുന്ന വാഹനമാണ്. ആ വാഹനത്തിന് മുൻപിൽ പൊസസീവ് അഡ്ജക്റ്റീവോ ആർട്ടിക്കിളോ ഉണ്ടെങ്കിൽ ഓണ്. ഇത്രേ പതൊക്കെ പറയാൻ പറ്റുള്ളൂ. 11ാമത്തെ പോയിന്റ്, ജീവികളുടെ വാസസ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇന്ന് വെക്കാം. മങ്കീസ് ലിവ് ഇൻ ട്രീസ്, ബേർഡ്സ് ലിവ് ഇൻ നെസ്റ്റ്, ലയൺ ലിവ് ഇൻ എ ഡെൻ. ജീവികളുടെ വാസസ്ഥലം പറയുമ്പോൾ നമുക്ക് ഇന്ന് വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓണാണ് ഉപയോഗിക്കേണ്ടത്. ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ ഓണ്. ലിവ് ഓൺ റൈസ്, ലിവ് ഓൺ ഗ്രാസ് എന്നാണ് പറയുക. അതേപോലെ തന്നെ ബിലീഫ്, ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ ഷേപ്പ്, കളറ്, സൈസ്, ഇവിടൊക്കെ ബിലീഫ് പറയുകയാണെങ്കിലും ഇൻട്രസ്റ്റ് പറയുകയാണെങ്കിലൊക്കെ
ഇൻട്രസ്റ്റ് ഇന്നെ, ബിലീഫ് ഇന്നെ, ഷേപ്പും കളറും സൈസും പറയാനൊക്കെ ഇന്നാണ് വെക്കുക. ദ ചിൽഡ്രൻ സ്റ്റുഡ് ഇൻ എ സർക്കിൾ. കണ്ടോ? ദ ചിൽഡ്രൻ സ്റ്റുഡ് ഇൻ എ സർക്കിൾ. സർക്കിൾ സർക്കിൾ അതൊരു ഷേപ്പ് അല്ലേ? ദ ചിൽഡ്രൻ സ്റ്റുഡ് ഇൻ എ സർക്കിൾ, അതായത് ഒരു സർക്കിൾ വരച്ചു, അതിന് നിന്നോ, അപ്പൊ അതൊരു ഷേപ്പാണ്. അതിന്റെ ഉള്ളിൽ കയറി നിന്നാൽ അതൊക്കെ ഇന്നെയാണ്. അപ്പൊ ഇന്നെ എന്താണ്? വാസസ്ഥലം പറയാൻ ഇന്ന് നമുക്ക് പറ്റും. എന്നാൽ ഫുഡ് പറയുമ്പോ ഓണാണ് പറയുക, ഓണ്. എന്നാൽ ബിലീഫ്, ഇൻട്രസ്റ്റ് എന്നൊക്കെ വന്നാൽ ഇന്നാണ്. ഇൻട്രസ്റ്റഡ് ഇന്നെ, കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നതാണ് ഇൻട്രസ്റ്റഡ് ഇന്നെ. അതേപോലെ ബിലീഫ് ഇന്നെ. ഇനി ഷേപ്പ് പറയുകയാണെങ്കിലും കളർ പറയുകയാണെങ്കിലും സൈസ് പറയുകയാണെങ്കിലും ഒക്കെ ഇന്നെയാണ് വെക്കുക. ഇൻ യെല്ലോ, ഇൻ റെഡ് എന്നൊക്കെയാണ് പറയുക എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. സ്പെഷ്യൽ കേസ് മെയ്ഡ് ഇൻ ഡീറ്റെയിൽ, ഇൻ ഡെപ്റ്റ്. എങ്ങനെ പറഞ്ഞ? മെയ്ഡ് ഇന്ന് വെക്കാം, അതേപോലെ ഇൻ ഡീറ്റെയിൽ വെക്കാം, ഇൻ ഡീറ്റെയിൽ, അതേപോലെ ഇൻ ഡെപ്റ്റ് വെക്കാം, ഇൻ ഡെപ്റ്റ്. ഇതൊക്കെ നിങ്ങൾക്കൊന്ന് ഓർമ്മ ഉണ്ടാകണം. ഇനി ഞാൻ പറയുന്നു ഓണിനെ പറ്റി. ഓണ് കുറച്ച് പറഞ്ഞു. ഇനി ഓണാ. ഓൺ എന്താണ്? എ സർഫസ് ഓഫ് സംതിങ്, എന്തെങ്കിലും ഒന്നിന്റെ സർഫസിൽ. ബുക്സ് ആർ ഓൺ ദ ടേബിൾ. അതേപോലെ ഡേറ്റ്സ് പറയാൻ ഓണ്. വർക്ക് ഔട്ട്സൈഡ് എ ബിൽഡിംഗ്, ഒരാളുടെ ജോലി ബിൽഡിങ്ങിന്റെ പുറത്താണെങ്കിൽ ഓണ്. റിവർ, ബാങ്ക്സ്, ലേക്സ് പറയാൻ ഓണ്. നമ്പർ ഓഫ് ദ ബിൽഡിംഗ് ഓഫ് ദ ഫ്ലോർ, ഒരു വലിയൊരു ഫ്ലാറ്റ് ഉണ്ട്, അതിൽ ഇത്രാമത്തെ ഫ്ലോറിലാണ് എന്ന് പറയാനൊക്കെ ഓണ്. വി സ്റ്റേ ഓൺ ദ തേർഡ് ഫ്ലോർ. കണ്ട? വി സ്റ്റേ ഓൺ ദ തേർഡ് ഫ്ലോർ, ഒരു വലിയൊരു ഫ്ലാറ്റ്, അതിൽ ആറാമത്തെ ഫ്ലോർ, 6th ഫ്ലോർ, 7th ഫ്ലോർ, ഇതൊക്കെ പറയാൻ ഓൺ ആണ് ഉപയോഗിക്കുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി അടുത്തത് പ്രിപ്പോഷന്റെ ഏകദേശം ഇതെങ്കിലും ഇനിയുള്ള ജില്ലക്കാരെന്ന് പഠിച്ചിട്ട് പോവുക. 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ഡിവൈസ് ആൻഡ് മെഷീൻ. ഒരു ഡിവൈസിനെയോ മെഷീനെയോ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൺ ഉപയോഗിക്കാം. ഏതുപോലെ? ഹി ഈസ് ഓൺ ദ ഫോൺ റൈറ്റ് നൗ. മൈ ഫേവറേറ്റ് മൂവി വിൽ ബി ഓൺ TV ടുനൈറ്റ്. ഓൺ TV ടുനൈറ്റ്. മനസ്സിലായ? ഹി ഈസ് ഓൺ ദ ഫോൺ റൈറ്റ് നൗ. ഓൻ ഇപ്പൊ ഫോണിലാണ് എന്ന് പറഞ്ഞാൽ ഓൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓൺ ദ ഫോൺ. നമ്മുടെ ഫേവറേറ്റ് ആയ മൂവി ടിവിയിൽ ഉണ്ട് എന്ന് പറയുമ്പോ ഓൺ TV ടുനൈറ്റ് എന്നൊക്കെ പറയാം. അതേപോലെ തന്നെ പാർട്ട് ഓഫ് ദാറ്റ് ബോഡി പാർട്ട് ഒക്കെ നമുക്ക് ഓൺ വെക്കാം. ദ സ്റ്റിക്ക് ഹിറ്റ് മീ ഓൺ മൈ ഷോൾഡർ. കണ്ട? ദ സ്റ്റിക്ക് ഹിറ്റ് മീ ഓൺ മൈ ഷോൾഡർ. മനസ്സിലായ? നമ്മുടെ ബോഡി ഭാഗത്ത് പറയുമ്പോൾ നമുക്ക് ഓൺ വെക്കാം. നമ്മൾ ഒരു കമ്പ് എന്റെ ഷോൾഡറിന് തട്ടി, ഓൺ മൈ ഷോൾഡർ. ഒരാൾ എന്റെ ഷോൾഡറിന് അടിച്ചു, അതൊക്കെ ഓണാണ്. എന്ത് വന്ന് നിങ്ങളുടെ ശരീരത്ത് പതിച്ചാലും ആ ബോഡി പാർട്സിന് മുൻപിലൊക്കെ നമ്മൾ ഓണാണ് വെക്കുക. അടുത്തത് 8ാമത്തെ നോക്കൂ നിങ്ങൾ. ടു ഇൻഡിക്കേറ്റ് സ്റ്റേറ്റ് ഓഫ് സംതിങ്, എന്തെങ്കിലും ഒന്നിന്റെ അവസ്ഥ പറയുമ്പോൾ നമുക്ക് ഓൺ ഉപയോഗിക്കാം. ഏതുപോലെ? ദ ബിൽഡിംഗ് ഈസ് ഓൺ ഫയർ. ബിൽഡിംഗ് ഈസ് ഓൺ ഫയർ. ഇപ്പൊ ഒരു ബിൽഡിംഗ് കത്തുകയാണ്, അപ്പൊ അതിന്റെ ഒരു അവസ്ഥയാണ്, അത് കത്തുക എന്നുള്ളത് അതിന്റെ അവസ്ഥയാണ്. അപ്പൊ ദ ബിൽഡിംഗ് ഈസ് ഓൺ ഫയർ. അതേപോലെ ദ ലൈബ്രറി ബുക്ക് ഈസ് കറന്റ്ലി ഓൺ ലോൺ. ഈ ലൈബ്രറി ബുക്കൊക്കെ എന്താണ്? ലോണിലാണ്. അതായത് ലോൺ എടുത്തുകൊണ്ടാണ്. നിങ്ങളെ വീട് ലോൺ കൊണ്ടാണ് എടുത്തതെങ്കിൽ അത് ഓൺ ലോൺ എന്നാണ് പറയാ. അപ്പൊ നിലവിലുള്ള അവസ്ഥ സൂചിപ്പിക്കാനും നമുക്ക് ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ട്രാവൽ ഓൺ ഫൂട്ട് ആൻഡ് 2 വീലർ. 2 വീലറിലോ നടന്നിട്ടോ ആണ് ഒരാളുടെ യാത്രയെങ്കിൽ, ഒരാൾ മോട്ടോർ സൈക്കിളുമില്, ഒരാൾ ആക്റ്റീവമില്, ഒരാൾ ബുള്ളറ്റുമില്, ഒരാൾ 2 ചക്രമുള്ള വാഹനത്തിൽ പോവുകയാണെങ്കിൽ ഓണ്. അതേപോലെ തന്നെ നടന്നു പോവുകയാണെങ്കിലും ഓണ്. അതേപോലെ ടു ഇൻഡിക്കേറ്റ് എ ടോപ്പിക്, ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റിഗാർഡിംഗ് ഓൺ ദ ടോപ്പിക് എന്ന് പറയില്ലേ, ഒരു ടോപ്പിക്കിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഓൺ ആണ് വെക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അവസാനത്തെ പ്രിപ്പോഷന്റെ അവസാനത്തെ ഭാഗം ബയ്യ്. എന്താണ് ബയ്യ്? ടു ഡിനോട്ട് ദ ഡോയർ ഓഫ് ആൻ ആക്ഷൻ. ഒരു വ്യക്തിയുടെ ആക്ഷൻ ഡിനോട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബൈ ഉപയോഗിക്കാം. ഹൗ സംതിങ് ഹാപ്പൻസ്, ഒരു കാര്യം എങ്ങനെ നടന്നു എന്ന് പറയാനും നമുക്ക് എന്ത് ചെയ്യാം? ബൈ ഉപയോഗിക്കാം. ഐ ടുക്ക് യുവർ പെൻ ബൈ മിസ്റ്റേക്ക്. ഉണ്ടോ? ഐ ടുക്ക് യുവർ പെൻ ബൈ മിസ്റ്റേക്ക്. അതെന്താണ്? ഹൗ സംതിങ് ഹാപ്പൻസ് എന്നാണ്. അല്ലെങ്കിൽ എന്താണ്? ഐ ടുക്ക് യുവർ പെൻ ബൈ മിസ്റ്റേക്ക്. അടുത്ത് വി മെറ്റ് ബൈ ചാൻസ്. ബൈ സംതിങ് ഹാപ്പൻസ്. ഹൗ സംതിങ് ഹാപ്പൻസ്, അതാണ് വി മെറ്റ് ബൈ ചാൻസ്. രണ്ടാമത്തെ ഡോയർ ഓഫ് ആക്ഷൻ, ഡോയറിന്റെ ആക്ഷന്, ഇതൊക്കെ നമുക്ക് ബൈ ഉപയോഗിക്കാം. ഹി വാസ് ഇഞ്ചേർഡ് ബൈ ആക്സിഡന്റ്. ഹൗ സംതിങ് ഹാപ്പൻസ്, എങ്ങനെ നടന്നു എന്നുള്ള ഒരു സാഹചര്യമാണെങ്കിലൊക്കെ നമുക്ക് ബൈ ഉപയോഗിക്കാം. ഹി വാസ് ഇഞ്ചേർഡ് ബൈ ആക്സിഡന്റ്.
അതേപോലെ തന്നെ നിയർ, അടുത്ത് എന്നുള്ള അടുത്ത് എന്നുള്ള ഒരു ആശയത്തിന് ബൈ ഉപയോഗിക്കാം. ബിസൈഡ്, അരികെ എന്നുള്ള ആശയത്തിന് നമുക്ക് ബൈ ഉപയോഗിക്കാം. ദ സ്വിച്ച് ഈസ് ബൈ ദ ഡോർ. കണ്ട, ദ സ്വിച്ച് ഈസ് ബൈ ദ ഡോർ, സ്വിച്ച് ഡോറിന്റെ അരികിലാണ് എന്നുള്ള ആശയത്തിന്. അടുത്ത് പ്ലീസ് ഇറ്റ് ബൈ മീ, പ്ലീസ് ഇറ്റ് ബൈ മീ. മനസ്സിലായോ? പ്ലീസ് സിറ്റ് ബൈ മീ, പ്ലീസ് സിറ്റ് ബൈ മീ, എന്റെ അടുത്തിരിക്കുന്നു. മനസ്സിലായ? അതൊക്കെ ബിസൈഡ് എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓണ്, നടക്കാൻ പറ്റുന്ന വാഹനമാണെങ്കിൽ ഓണ്. മനസ്സിലായ? പിന്നെ ലാസ്റ്റ് ഈ ഒരു പോയിന്റ് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. യൂസ് ഇൻ ദ നെയിം ഓഫ് വെഹിക്കിൾസ് ഇൻ പ്ലൂരൽ. അതായത് ഒരു വെഹിക്കിൾ പ്ലൂരലിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്നാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇന്ന് പ്ലൂരൽ ഫോമിലാണ് വെഹിക്കിൾ പറയുകയാണെങ്കിൽ ഇന്ന്. ഓൾഡ് മാൻ നെവർ ട്രാവൽസ് ഇൻ പ്ലെയിൻസ്. കാരണം പ്ലെയിൻസ് ഇവിടെ പ്ലൂരൽ ആണ്. അപ്പൊ ഇന്ന് വെഹിക്കിൾസ് പ്ലൂരൽ ആണെങ്കിൽ ഇന്നേ പറ്റുള്ളൂ. അവിടെ നടക്കാൻ പറ്റുന്നുണ്ടോ നടക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾ നോക്കണ്ട. അടുത്തത് മൈ ഗ്രാൻഡ് മദർ നെവർ ട്രാവൽസ് ഇൻ ഷിപ്സ്. ഷിപ്സിലാണ് അവിടെ യാത്ര, അവിടെയും നമ്മൾ ഇന്നെയാണ് ഉപയോഗിക്കുക. കാരണം ഷിപ്സ് പ്ലൂരലാണ്. ഇത്രയും കാര്യങ്ങൾ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ വരാനിരിക്കുന്ന LDക്ക് സങ്കടപ്പെടണ്ട. ഇനി വരാനിരിക്കുന്ന ജില്ലക്കാർക്ക് ഈ ഭാഗത്ത് നിന്ന് മാത്രമാണ് പ്രിപ്പോസിഷൻ വരിക. എന്തായാലും എന്റെ മക്കൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട്, ഈ പഠിപ്പിച്ചൊരു കാര്യം, ഈ കണക്റ്റഡ് ഫാക്ട്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കടാ. എന്നിട്ട് അതൊന്ന് മനസ്സിൽ തർപ്പിക്ക്. പരീക്ഷ ഹാളിൽ പോയി എഴുതി ഉത്തരം എഴുതിയിടുക. ഇനി പ്രിപ്പോസിഷൻ കഴിഞ്ഞു. ഇനി ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. കറക്റ്റ് സ്പെല്ലിംഗ് പറയാനാണ് പറഞ്ഞത്. അത് പ്രൊപ്രൈറ്റി എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 87ാമത്തെ ചോദ്യം, ദ ബോൺ ഓഫ് കണ്ടൻഷൻ. ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന വാക്ക് തർക്കങ്ങളാണ്. ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് പറഞ്ഞാൽ സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട്. സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട് എഗെയിൻസ്റ്റും അതേപോലെ ഫേവർ ഒക്കെ പറയുന്ന രീതിക്കാണ്. 87 ബോൺ ഓഫ് കണ്ടൻഷൻ എന്നതിന്റെ അർത്ഥം സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട് ആണ്. 88 കളക്റ്റീവ് നൗൺ എന്നാണ് ചോദ്യം. കളക്റ്റീവ് നൗൺ ഒക്കെ പഠിപ്പിച്ചെന്നാണ്. ദ ഡാഷ് ഓഫ് വോൾസ് ഹൗൾഡ് അറ്റ് ദ മൂൺ എന്നാണ് നമ്മുടെ ആൻസർ എന്നുള്ളത്. പാക്ക് ആണ്. പാക്ക്. അപ്പൊ കളക്റ്റീവ് നൗണിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കളക്റ്റീവ് നൗൺസുകൾ പറയാം. എലിഫന്റിന്റെ കൂട്ടം, ആനയുടെ കൂട്ടം ഹെർഡ്, മറക്കണ്ട. ആനയുടെ കൂട്ടം ഹെർഡ്. സിംഹത്തിന്റെ കൂട്ടം പ്രൈഡ്, മറന്നു പോകേണ്ട. സിംഹത്തിന്റെ കൂട്ടം പ്രൈഡ്. അതേപോലെ ഹോസസിന്റെ കൂട്ടം ടീം, മറന്നു പോകരുത്. ഹോസസിന്റെ കൂട്ടം ടീം. അതേപോലെ പപ്പീസിന്റെ കൂട്ടം ലിറ്റർ, മറന്നു വേണ്ട. കണ്ട, നായ്ക്കൾ നിൽക്കണ്ട. പട്ടികളുടെ കൂട്ടം ലിറ്റർ. അടുത്തപോലെ ബേർഡ്സിന്റെ കൂട്ടം ഫ്ലോക്ക്, ബേർഡ്സിന്റെ കൂട്ടം ഫ്ലോക്ക്. അതേപോലെ സ്നേക്സിന്റെ കൂട്ടം, പാമ്പിന്റെ കൂട്ടം ബെഡ്. പാമ്പിന്റെ കൂട്ടത്തെ നമ്മൾ ബെഡ് എന്നാണ് പറയാ. ബെഡിൽ പാമ്പ് എന്ന് ആലോചിച്ചാൽ മതി. ബെഡിൽ പാമ്പ് എന്ന് പറയില്ലേ, ബെഡ്. പാമ്പിന്റെ കൂട്ടം ബെഡ്. ചിലപ്പോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കണം. അടുത്ത ഷീപ്പിന്റെ കൂട്ടം ഫ്ലോക്ക്. അടുത്തത് പറയുന്നത് ഇതാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചോദിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ LDCയിൽ ചോദിച്ചത് വോൾഫ്സിന്റെ കൂട്ടമാണ്. വോൾഫ്സിന്റെ കൂട്ടം പാക്ക്. അതേപോലെ തന്നെയാണ് പട്ടിയുടെ കൂട്ടവും പാക്ക് തന്നെയാണ്. പട്ടിയുടെ കൂട്ടവും പാക്ക് തന്നെയാണ്, മറക്കണ്ട. ഇനി അടുത്തത് ബീസിന്റെ കൂട്ടം, തേനീച്ചയുടെ കൂട്ടം സ്വാം. തേനീച്ചയുടെ കൂട്ടം സ്വാം ആണ്. അതേപോലെ തന്നെ ഗീസിന്റെ കൂട്ടം ഗാഗിളാണ്. ഗീസിന്റെ കൂട്ടം ആ ചിത്രം കണ്ടില്ലങ്ങള്, അതാണ് ഗീസ്, ഗാഗിളാണ്. അതേപോലെ വെയിൽസിന്റെ കൂട്ടം പോടാണ്. ഡോൾഫിനും പോടന്നെയാണ്. ഡോൾഫിനും പോടന്നെയാണ് മനസ്സിലാക്കുക. ഡോൾഫിനും പോടാണ്. തിമിംഗലവും പോടന്നെയാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് സെയിലേഴ്സിന്റെ കൂട്ടം ക്രിയു ആണ്. സെയിലേഴ്സ് കണ്ടില്ല, സെയിലേഴ്സിന്റെ കൂട്ടം ക്രിയു ആണ്. അതേപോലെ ഷിപ്സിന്റെ കൂട്ടം ഫ്ലീറ്റ് ആണ്. കപ്പലിന്റെ കൂട്ടം ഫ്ലീറ്റ്. അതേപോലെ കാർഡ്സ്, കാർഡ്സിന്റെ കൂട്ടം ഡെക്ക്. DECK ഡെക്കാണ്. കാർഡ്സ് ചീട്ടില്ല, ചീട്ട് കാർഡ്സ്, അതൊക്കെ ഡെക്കാണ്. അതേപോലെ കമ്പ്യൂട്ടേഴ്സിന്റെ കൂട്ടം നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി 89ാമത്തെ ചോദ്യം, അമെൻമെന്റിന്റെ സിനോണിം. അമെൻമെന്റിന്റെ സിനോണിം എന്ന് പറഞ്ഞാൽ പര്യായ പദം. അമെൻമെന്റിന്റെ സിനോണിം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഉത്തരം മോഡിഫിക്കേഷൻ ആണ്. മോഡിഫിക്കേഷൻ ആണ്. 90ാമത്തെ ചോദ്യം, ഡെഫിസിറ്റ്. ഡെഫിസിറ്റിന്റെ ആന്റോണിം എന്താന്ന് ചോദിച്ചാൽ സർപ്ലസ് ആണ്. സർപ്ലസ്. ഡെഫിസിറ്റിന്റെ ആന്റോണിം എന്താന്ന് ചോദിച്ചാൽ മക്കളെ സർപ്ലസ് ആണ് എന്ന് മനസ്സിലാക്കുക. സർപ്ലസ്. ഡെഫിസിറ്റ് സർപ്ലസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അത് നന്നായിട്ട് ഇത്രയും കണക്റ്റഡ് ഫാക്ട്സുകൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക.
തിരുവനന്തപുരം ജില്ലയില് വളരെ ഈസി ആയിട്ടായിരുന്നു ഈ ഇംഗ്ലീഷിന്റെ ഭാഗം വന്നിട്ടുള്ളത്. ഏകദേശം ഇംഗ്ലീഷിൽ അത്യാവശ്യം നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നവർക്ക് 10ൽ 10 വരെ അടിക്കാം. എന്നാൽ ഒരു ആവറേജ് സ്റ്റുഡൻസിന് 7 മാർക്ക് വരെ ഇംഗ്ലീഷിന്റെ ഭാഗത്തുനിന്ന് വാങ്ങാം. ഈ 10 ചോദ്യവും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സുമാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിച്ചത്. മനസ്സിലായ? അപ്പൊ സർപ്ലസ് എന്നതിന്റെ അർത്ഥം മിച്ചം എന്നാണ്. മിച്ചം. മറ്റേത് തീരെ ഇല്ല എന്നുള്ളതാണ്. കമ്മി എന്നുള്ളത് അർത്ഥമാണ് ഡെഫിസിറ്റ്, കമ്മി. എന്നാൽ സർപ്ലസ് എന്ന മിച്ചം എന്നുള്ള മീനിങ് ആണ്. 7 മാർക്ക് ഒരു ആവറേജ് സ്റ്റുഡന്റിന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ തിരുവനന്തപുരം ജില്ലയിലെ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ഭാഗത്തുനിന്ന് 7 മാർക്ക് വരെ ഒരു ആവറേജ് സ്റ്റുഡന്റിന് വാങ്ങാം. നന്നായി നോക്കിയ കുട്ടിക്ക് 10ൽ 10 തന്നെ വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. എന്റെ നോട്ടിൽ, ഞാൻ തന്ന നോട്ടിൽ എല്ലാ കാര്യവും വിശദമായി ഞാൻ പഠിപ്പിച്ചതാണ്. നിങ്ങൾക്ക് തന്നെ എന്റെ ക്ലാസ് കേട്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. വളരെ വിശദമായിട്ട് ഞാൻ പഠിപ്പിച്ചതാണ്. നോട്ട് മാത്രം ഫോളോ ചെയ്യുക, വേറെ ഒന്നിലോട്ടും പോകണ്ട. അതിൽ നിന്നേ ചോദ്യം വരുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, കണക്റ്റഡ് ഫാക്ട്സ് കുറച്ച് സ്പീഡിലാണ് പോയിട്ടുള്ളത്. കുറച്ച് ഒരു ലിമിറ്റഡ് ടൈമിന്റെ ഉള്ളിൽ തീർക്കണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോയത്. എല്ലാവർക്കും നോട്ട് അവൈലബിൾ ആണ്. ഈ നോട്ട് നോക്കിയിട്ട് ഇതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ട് വരുന്ന പരീക്ഷകൾക്ക് തയ്യാറാകുക. ഇനിയുള്ള ജില്ലകൾക്കും ഈ രൂപത്തിലുള്ള എക്സാം ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ. താങ്ക് യു.